MLA ദിലീമ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. MLA ആ സ്ഥലത്തെത്തിയോ? പ്രദേശത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയോ? എത്തി ബോഡി കടത്തി വിട്ടു ആംബുലൻസിൽ നിന്ന്. എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്ന് അവിടെ ഗട്ടർ എടുത്ത് വച്ചു കഴിഞ്ഞ് വാഹനം കടത്തി വിട്ടു കഴിഞ്ഞാണ് ഇത് ഒടിഞ്ഞത്. ആ സമയത്ത് അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും നിയന്ത്രണങ്ങളോ മറ്റോ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ? നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ കഴിഞ്ഞു. ഇത് കയറ്റി വിട്ടിട്ട് ഇവര് കടത്തി വിടുമല്ലോ. അങ്ങനെ കടത്തി വിടുന്ന സമയത്താണെന്നാണ് ഇപ്പൊ പറയുന്നത്. എനിക്ക് അറിവ് കിട്ടിയത് തന്നെ. ഈ ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശിയാണല്ലേ മരിച്ചത്? എന്തോ? ആലപ്പുഴ സ്വദേശി തന്നെയാണല്ലേ മരിച്ചത്? അതെ 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 അതെ. ഇപ്പൊ ഈ ഒരു അടുത്ത സമയത്താണോ ഒരു മൃതദേഹം പുറത്തെടുക്കാനായത്? പുലർച്ചെയാണല്ലോ ഈ അപകടം ഉണ്ടായത്? അതെ അതെ ഇപ്പോഴെടുത്തത്. അവിടെയുള്ള ആൾക്കാർ ഗട്ടർ വലിയ വെയിറ്റ് ഉള്ള ഗട്ടറാണല്ലോ. ഗട്ടർ എടുത്ത് മാറ്റിയിട്ടാണ് അത് എടുത്തത് ബോഡി എടുത്തത്. ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ കൈകാര്യം ചെയ്യുന്നവരുടെ MLA സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ജാക്കി ഒടിഞ്ഞു പോയെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഞാനിപ്പോ 3 മണിക്ക് എനിക്ക് അറിവ് വന്നതാണ്. അത് കൈരടിയിൽ നിന്ന് തന്നെ വിളിച്ചു. 3 മണിക്ക് എനിക്ക് അറിവ് കിട്ടിയതാണ്. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ ഇവര് പറഞ്ഞത് ഇത് പിന്നെ ജാക്കി ഒടിഞ്ഞു പോയെന്നാണ് ഇവര് പറഞ്ഞത്. ഈ നിർമ്മാണ പ്രവർത്തികൾ അത് ഏറ്റെടുത്ത് ഇപ്പൊ ഇവിടെ വന്നപ്പോ പറയുന്നത് ഇതെടുത്ത് വച്ച് കഴിഞ്ഞിട്ട് സംഭവിച്ചതാണ്. പല വാദങ്ങളും ഈ അപകടം കാരണമായത് സംബന്ധിച്ചുണ്ടല്ലേ? കൃത്യമായിട്ടുള്ള ഒരു മറുപടി അവിടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. നമുക്ക് ഇതുപോലെ അപകടം ഉണ്ടായ എന്താ, മനുഷ്യന്റെ ജീവൻ ഏറ്റവും വിലപ്പെട്ടതല്ലേ? ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ അത് വിലപ്പെട്ടതാണല്ലോ നമുക്ക്. ഒരു കുടുംബം തകർന്നില്ലേ? അതെ അതെ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഈ കരാർ കമ്പനിയുടെ അങ്ങനെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാരോ മറ്റോ അവിടെ എത്തിയിട്ടുണ്ടോ? കരാർ കമ്പനിയുടെ പ്രധാനപ്പെട്ട എനിക്ക് പരിചയമുള്ള ഇവര് കുറച്ച് എല്ലാരും ഉണ്ട് ഇവിടെ. പോലീസ് എല്ലാം ഉണ്ട്. എല്ലാരും ഉണ്ട്. കരാർ കമ്പനിയുടെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ശരി ശരി. കരാർ കമ്പനി ഒരാളെ ഞാൻ കണ്ടു, പലരെയും കാണുന്നുണ്ട്. ഞാൻ സംസാരിച്ചായിരുന്നു. ഒരാളോട് സംസാരിച്ചപ്പോ അയാളെ പറഞ്ഞു. ഓക്കെ നന്ദി MLA സംസാരിച്ചതിന്.